തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 2 ക്ലാസ് റൂമിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ മൊഡ്യൂൾ 2 ആണ് ഫിക്സഡ് ബീം. അപ്പൊ എല്ലാവർക്കും ഫിക്സഡ് ബീം കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചതാണ് അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സഡ് ബീമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. അപ്പൊ അതിന് മുന്നേ നിങ്ങൾക്ക് ഒന്ന് റീഫ്രഷ് ചെയ്യാണ് ടൈപ്സ് ഓഫ് ബീമുകൾ. എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ബീം? കാന്റിലിവർ ബീം, സിംപ്ലി സപ്പോർട്ടഡ്, ഓവർഹാങ്ങിങ്, കണ്ടിന്യൂസ്, ഫിക്സഡ് എൻഡഡ് ആൻഡ് കാന്റിലിവർ സിംപ്ലി സപ്പോർട്ട് അല്ലെങ്കിൽ പ്രോപ്ഡ് കാന്റിലിവർ. അത്രയും ടൈപ്പുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തു എന്ന് മാത്രം. അപ്പൊ അതിൽ ഫിക്സഡ് ബീം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? രണ്ട് സൈഡും ഫിക്സഡ് ആയിട്ടുള്ള, ബോത്ത് എൻഡ്സ് ഓഫ് ദ ബീംസ് ആർ ഫിക്സഡ് ഓർ ബിൽറ്റ് ഇൻ നേച്ചർ ആണെങ്കിൽ ഇറ്റ്സ് എ ഫിക്സഡ് ബീം. അപ്പൊ നിങ്ങൾക്ക് ഫിക്സഡ് ബീമിന്റെ ഡെഫിനിഷൻ യൂസ് ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഇതാണ് എഴുതി വെക്കേണ്ടത്. പിന്നെ ഈ ഫിഗറും വരച്ചു വെക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫിക്സഡ് ബീം ബാക്കി കുറെ ടൈപ്പ് ഓഫ് ബീം പഠിക്കുന്നുണ്ട്. അപ്പൊ ഫിക്സഡ് ബീം മറ്റേ ബീമുകളിൽ നിന്ന് എന്തായിരിക്കും വ്യത്യാസം? പിന്നെ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ നമ്മളെല്ലാം പഠിച്ചത് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം യൂസ് ചെയ്ത് നമുക്ക് ഒരു ബീമിനെ അനാലിസിസ് ചെയ്യാം, അതായത് ആ ബീമിന്റെ സപ്പോർട്ട് റിയാക്ഷൻ ഡിറ്റർമിൻ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. പക്ഷെ ഈ ഒരു ഫിക്സഡ് ബീം എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു ഫിക്സഡ് എൻഡിൽ 3 സപ്പോർട്ട് റിയാക്ഷൻസ് ഉണ്ടാവും. ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ, പിന്നെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ, ഒരു മൊമെന്റ് റിയാക്ഷൻ. അപ്പൊ ഒരു സൈഡിൽ തന്നെ 3 റിയാക്ഷൻസ് വരും. അപ്പൊ ബോത്ത് എൻഡ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് 6 റിയാക്ഷൻസ് വരും. 6 റിയാക്ഷൻ നമ്മളെ കയ്യിലുള്ള കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം 3 ഇക്വേഷൻസ്. അപ്പൊ നമുക്ക് അൺനോൺസ് കൂടുതലാണ്. അപ്പൊ എന്തായാലും നമ്മൾ കഴിഞ്ഞതുവരെ ചെയ്ത പോലെ നമുക്ക് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം മാത്രം യൂസ് ചെയ്തിട്ട് നമ്മളുടെ സപ്പോർട്ട് റിയാക്ഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെ ഒരു വ്യത്യാസമാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫിക്സഡ് ബീം വളരെ സ്റ്റേബിൾ ആയിരിക്കും, കാരണം ബോത്ത് എൻഡ്സ് ഫിക്സഡ് ആണ്. പക്ഷെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമോ കാന്റിലിവർ ബീമോ ഒരു സൈഡ് ഫിക്സഡ് ആകുമ്പോൾ കാന്റിലിവർ, പക്ഷെ പിന്നെ ജസ്റ്റ് ഒരു സപ്പോർട്ടഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ അതൊരു സിംപ്ലി സപ്പോർട്ട്. അപ്പൊ അവിടെ സ്റ്റെബിലിറ്റി നമുക്ക് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ഫിക്സഡ് ബീമിന്റെ അഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മളൊരു ചെറിയൊരു ടേം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്ന്. കഴിഞ്ഞ സെമ്മിൽ നമ്മൾ പഠിച്ചതെല്ലാം ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ആയിരുന്നു. അതായത് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്നും, അല്ല എങ്കിൽ അതിനെ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്നും പറയും. അപ്പൊ അതാണ് ഞാൻ ഇവിടെ ജസ്റ്റ് കൊടുത്തിരിക്കുന്നത്, ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ഓർ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. അപ്പൊ അതിലെ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ക്യാൻ ബി അനലൈസ് യൂസിങ് കൺവെൻഷണൽ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയും. ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അനാലിസിസ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അതിനെ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് വളരെ കുറച്ച് റിയാക്ഷൻസേ ഉള്ളൂ. അപ്പൊ തന്നെ അതിന്റെ സ്റ്റെബിലിറ്റി വളരെ കുറവാണ്, റെഡ്യൂസ് സ്റ്റെബിലിറ്റി ആയിരിക്കും. പക്ഷെ കമ്പയർഡ് ടു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്, ഇൻഡിറ്റർമിനേറ്റ് മോർ സ്റ്റേബിൾ ആണ്. ദെൻ അതുപോലെ തന്നെ റെഡ്യൂസ് സ്റ്റിഫ്നെസ് ആണ് നമുക്ക് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിൽ വരാം. സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ ഡിഫോർമേഷൻ വരാതിരിക്കാനുള്ള ഒരു കഴിവ് എവിടെ കുറവായിരിക്കും? ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിൽ കുറവ്. പക്ഷെ ഫിക്സഡ് ബീമിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ സ്റ്റിഫ്നെസ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ എല്ലാവരും കാണുന്നതാണ്, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ബീം എടുക്കുമ്പോൾ അതിന്റെ സൈസ് വലുതായിരിക്കും. അത് നമ്മൾ ബിഗർ ഇൻ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ അത് വലുപ്പം കൂടുതലായിട്ടുള്ളത് തോന്നും. പക്ഷെ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ വരുന്ന കേസിൽ സ്മോളർ ഇൻ ക്രോസ് സെക്ഷൻ ആണ് ഉണ്ടായിരിക്കുക. പിന്നെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ സ്ട്രെസ് വരുന്ന കേസ് എടുക്കാന്നുണ്ടെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം വളരെ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ടെമ്പറേച്ചർ സ്ട്രെസ് വരില്ല, കാരണം റെസ്ട്രിക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ ഫിക്സഡ് ബീമിലാണെങ്കിൽ ബീമിനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിരിക്കുക. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ സ്ട്രെസ് കൂടും. അതായത് ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുമ്പോൾ അവിടെ ടെമ്പറേച്ചർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ദെൻ നമ്മുടെ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് അടുത്തൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ബെൻഡിങ് മൊമെന്റ് കൺസെപ്റ്റ് പറയാന്നുണ്ടെങ്കിൽ ഒരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിൽ എപ്പോഴും നമുക്ക് പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക. നെഗറ്റീവ് വരുന്നില്ല എന്നുള്ളതല്ല, പക്ഷെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആയിരിക്കും. പക്ഷെ ഇൻ കേസ് ഓഫ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എടുക്കുമ്പോൾ അവിടെ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക.
എല്ലാം നെഗറ്റീവ് ആവുന്നതല്ല, കുറച്ച് കേസിൽ അവിടെ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ് കുറച്ചും കൂടി കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക. ഇനി നമുക്ക് എക്സാമ്പിൾ ആണ്, അതായത് ഡിറ്റർമിനന്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാവുന്ന സിംപ്ലി സപ്പോർട്ടഡ് ബീം, കാൻഡിലിവർ ബീം, ഓവർ ഹാങ്ങിങ് ബീം ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ഓവർ ഹാങ്ങിങ് ഒക്കെ നമുക്ക് എന്ത് പറയാം, ഡിറ്റർമിനന്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയും. പക്ഷേ ഇൻഡിറ്റർമിനന്റ് സ്ട്രക്ചേഴ്സിന് അപ്പൊ എക്സാമ്പിൾ പറയുമ്പോൾ അതിൽ വരുന്നതാണ് ഫിക്സഡ് ബീം, കണ്ടിന്യൂസ് ബീം ഒക്കെ. അപ്പോൾ നമ്മുടെ ഈ സെമസ്റ്ററിൽ നമ്മൾ ഇൻഡിറ്റർമിനന്റ് സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിലെ ഫിക്സഡ് ബീമാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ഫിക്സഡ് ബീമിന്റെ അനാലിസിസും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പൊ നമ്മളുടെ ഫിക്സഡ് ബീമിന്റെ തിയറി നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ നമുക്ക് ആ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഫിക്സഡ് ബീം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്, ബോത്ത് സൈഡ്സ് ആർ ഫിക്സഡ് ആണ്. ബോത്ത് സൈഡ്സ് ആർ ഫിക്സഡ്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്നത് രണ്ട് ടൈപ്പ് പ്രോബ്ലം ആണ് വരുന്നത്. ഫിക്സഡ് ബീം വിത്ത് സെൻട്രലി പോയിന്റ് ലോഡും പിന്നെ ഫിക്സഡ് ബീം വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡും. ഇങ്ങനെ രണ്ട് ടൈപ്പ് ലോഡ് വരുമ്പോൾ ഫിക്സഡ് ബീമിൽ വരുന്ന സപ്പോർട്ട് റിയാക്ഷൻസ് ഡിറ്റർമിൻ ചെയ്യുക, അല്ലെങ്കിൽ ഫിക്സഡ് ബീമിനെ അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഫിക്സഡ് ബീം വരച്ചു. അപ്പൊ അതിന്റെ ഫിക്സഡ് ബീമിൽ വരുന്ന സപ്പോർട്ട് റിയാക്ഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടേ. അപ്പൊ നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് മാർക്ക് ചെയ്യാം. നമുക്ക് വരുന്ന അപ്വേർഡ് വെർട്ടിക്കൽ റിയാക്ഷൻ സപ്പോർട്ട് എ ആൻഡ് സപ്പോർട്ട് ബി ആണെങ്കിൽ RA, RB, then horizontal reaction HA, HB. Also ഏതും കൂടി ഉണ്ടായിരിക്കും, മൊമെന്റ് റിയാക്ഷൻ കൂടി ഉണ്ടായിരിക്കും. മൊമെന്റ് റിയാക്ഷൻ MA and MB. MA MB എന്ന് പറയുന്നത് ഫിക്സിംഗ് എൻഡ് മൊമെന്റ്സ് അല്ലെങ്കിൽ ഫിക്സിംഗ് മൊമെന്റ്സ് ആണ് MA and MB. MA and MB are fixing moments. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് ഏതാ, MA and MB ആണ്. ഫിക്സിംഗ് എൻഡ് മൊമെന്റ്സ് ആണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. നമ്മൾ ഇതുവരെ പഠിച്ചത് എന്തൊക്കെയായിരുന്നു, കഴിഞ്ഞ സെമിസ്റ്ററിലൊക്കെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ആയിരുന്നു. അതായത് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം യൂസ് ചെയ്ത് നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യാം, ഇവിടെ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാറ്. പക്ഷെ ഇവിടെ നടക്കോ, ഇല്ല. കാരണം ഇതെന്താണ്, ഒരു ഇൻഡിറ്റർമിൻ സ്ട്രക്ചേഴ്സ് ആണ്. നമ്മുടെ ഫിക്സഡ് ബീം എന്ന് പറയുന്നത് ഇൻഡിറ്റർമിൻ സ്ട്രക്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന ഇക്വിലിബ്രിയം കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ അനാലിസിസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്ക് പുതിയ സൊല്യൂഷൻ നമ്മൾ തിയറി പാർട്ടിൽ പഠിച്ചു. എന്തായിരുന്നു കണ്ടീഷൻസ് എന്ന് പറയുന്നത്, A1 is equal to A2. എന്താണ് A1 എന്ന് പറഞ്ഞതും എന്താണ് A2 എന്ന് പറഞ്ഞതും, നമ്മുടെ ഫിക്സിംഗ് ഏരിയ ഓഫ് ഫ്രീ bending moment diagram which is equal to area of fixed bending moment diagram. ഇതാണ് നമ്മുടെ കണ്ടീഷൻ ഡയഗ്രം. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്, ഫിക്സഡ് ബീമിനെ അനാലിസിസ് ചെയ്യുന്നത്. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആയിട്ട് ചെയ്തു വരാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിക്സഡ് ബീം വിത്ത് സെൻട്രൽ പോയിന്റ് ലോഡ് ആണ് നമ്മൾ ആക്റ്റീവ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അത് വായിച്ചിട്ട് ഞാൻ അടുത്ത സെഷൻ ചെയ്യാം. അപ്പൊ നമ്മളിവിടെ വരച്ചിട്ടുള്ളത് ഫിക്സഡ് ബീം വിത്ത് സെൻട്രൽ പോയിന്റ് ലോഡാണ് തന്നിട്ടുള്ളത്. അപ്പൊ W ലോഡ് ആക്ട് ചെയ്യുന്നു. ഒരു ജനറൽ കണ്ടീഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. W 10 കിലോമീറ്റർ ആവാം, 20 കിലോമീറ്റർ ആവാം, എത്രയാവാം. ലെങ്ത് സ്പാൻ എൻഡ് തന്നിട്ടുണ്ട്. സപ്പോർട്ട്സ് ഇറ്റ്സ് എ ഫിക്സഡ് ബീം, AB ഫിക്സഡ് ബീം ആണ്. സപ്പോർട്ട് എയും സപ്പോർട്ട് ബിയും. അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം ആണ് ഞാൻ താഴെ വരച്ചിട്ടുള്ളത്. നമ്മളുടെ കണ്ടുപിടിക്കാനുള്ള സപ്പോർട്ട് റിയാക്ഷൻസ് എല്ലാം ആക്കി ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്, ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പൊ അതിൽ വരുന്നത് പോയിന്റ് എ ഫിക്സിംഗ് മൊമെന്റ് MA, സപ്പോർട്ട് റിയാക്ഷൻ വെർട്ടിക്കൽ സപ്പോർട്ട് റിയാക്ഷൻ R. ഇവിടെ ഒരു HA വരും, അത് നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയും. കാരണം HA HB വരുമ്പോൾ അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നത്. പിന്നെ W പോയിന്റ് ലോഡ് MB RB ഇത്രയും വരയ്ക്കുന്നതാണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. പിന്നീട് ഞാൻ നമ്മുടെ ഫിക്സഡ് ബീമിനെ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
ഈ ഒരു ഫിക്സഡ് ബീമിനെ ഞാൻ റിലീസ് ചെയ്യണം. റിലീസ് ചെയ്യാന്ന് പറയുമ്പോൾ ഫസ്റ്റ് കേസ് ഞാൻ അതിനെ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ്, അതായത് ഞാൻ ഈ ഫിഗറിൽ രണ്ടായിട്ട് തിരിച്ചു വരയ്ക്കുകയാണ്. അതായത് നമ്മുടെ സപ്പോർട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഫിക്സഡ് ബീം ആണ് ഉണ്ടായിരുന്നത്. MA സപ്പോർട്ട് RA RB MB ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ ഫിക്സഡ് ബീമിനെ നമ്മൾ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. റിലീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവിടെ ഓൾറെഡി എന്താണ് ഉള്ളത്? 4 സപ്പോർട്ട് റിയാക്ഷൻസ് ആണുള്ളത്. 4 സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ 2 വെർട്ടിക്കൽ സപ്പോർട്ട് റിയാക്ഷനും 2 ഫിക്സിംഗ് മൊമെന്റ് റിയാക്ഷനാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതിന് ഞാൻ റിലീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റിലീസ് ചെയ്യുമ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമാക്കി ഞാൻ കൺവേർട്ട് ചെയ്തു. അപ്പൊ അവിടെ 2 സപ്പോർട്ട് റിയാക്ഷനും പിന്നെ ആ ബീമിന്റെ മുകളിൽ വരുന്ന ലോഡ് ഞാൻ മാർക്ക് ചെയ്തു. പ്ലസ് നെക്സ്റ്റ് വരുന്നത് ബാക്കിയുള്ള ബാലൻസ് മൊമെന്റ് ഏതൊക്കെയാണുള്ളത്? ബാലൻസ് ആയിട്ട് വരുന്നത് 2 ഫിക്സിംഗ് എൻഡ് മൊമെന്റ്സ് ആണ്. അപ്പൊ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫിക്സഡ് ബീമിന്റെ ഫിക്സിംഗ് എൻഡ് മൊമെന്റ്സ് മാത്രമായിട്ടുള്ള ഒരു ഫിഗർ ഞാൻ വരച്ചു. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മുകളിലത്തെ ഫിഗർ കിട്ടും. ഓക്കെ ആണല്ലോ? പിന്നെ എല്ലാവരും കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചതാണ് ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് സെൻട്രൽ പോയിന്റിലോട് വരുമ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ നമ്മൾ എല്ലാവരും പഠിച്ചതാണ് അല്ലെ? WL/4 ആണ്. സെൻട്രൽ പോയിന്റിലോട് വരുമ്പോൾ WL/4 എവിടെയാണ് ആക്ട് ചെയ്യുക? കറക്റ്റ് സെൻട്രലിലായിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരച്ചു. ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ നമ്മൾ പേര് പറയുന്നത് ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇതിനെ എന്ത് പറയുന്നു? ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. നമ്മൾ ഫിക്സഡ് ബീമിനെ റിലീസ് ചെയ്തത് കൊണ്ട് അതാണ് ഫ്രീ ആക്കി. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡയഗ്രത്തിന് എന്ത് പറയുന്നത്? ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം WL/4. അപ്പൊ ഞാൻ അത് അവിടെ വെച്ചു. ഇനി എനിക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് RA RB ഡിറ്റർമിൻ ചെയ്യണം. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം അല്ലെ? നമുക്ക് തന്നിട്ടുള്ള സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം സെൻട്രൽ പോയിന്റ് ലോഡ് ആയിരിക്കുമ്പോൾ RA = RB = W/2. സെൻട്രൽ ലോഡ് ആയതുകൊണ്ട് പകുതി ആയിരിക്കും നമുക്ക് വരും. ഇപ്പൊ W/2 എന്ന് നമ്മൾ മാർക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജുകളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കണ്ടീഷൻസ് പറയാണ്. നമ്മുടെ ഫിക്സഡ് ബീമിന്റെ അനാലിസിസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കണ്ടീഷനാണ് അപ്ലൈ ചെയ്യുക. അതിന്റെ ഡെറിവേഷൻ ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ആ കണ്ടീഷൻ എന്താണ്? A1 = A2 ആണ്. A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ, A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ. അപ്പൊ ഫിക്സഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്താണെന്നുള്ളത് അറിയണ്ടേ? അപ്പൊ നമ്മുടെ ഫിക്സഡ് ബീം നോക്കുക. അതിന്റെ 2 എൻഡ് മൊമെന്റ്സുകൾ നമ്മൾ മാർക്ക് ചെയ്യാം. ഇത് സെൻട്രൽ പോയിന്റ് ലോഡായി തന്നതുകൊണ്ട് ഇത് സിമെട്രി ഉണ്ട്. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഈക്വൽ ആയിട്ട് പോലെ തോന്നുമ്പോൾ അങ്ങനെയുള്ളതിനെ അത് സിമെട്രി എന്ന് പറയും. അപ്പൊ സിമെട്രി കണ്ടീഷൻ ആയതുകൊണ്ട് MA = MB ആയിരിക്കും. അതായത് MAയുടെ വാല്യൂ എന്തിന് ഈക്വൽ തന്നെ ആയിരിക്കും? MBയുടെ വാല്യൂ ആയിരിക്കും. എന്തുകൊണ്ടാണ് വന്നത്? ഡ്യൂ ടു സിമെട്രി. സിമെട്രി കാരണം നമുക്ക് എന്ത് ചെയ്യണം? MA = MB എന്നുള്ളത് നമുക്ക് എഴുതാം. പക്ഷേ നമുക്കൊരു ലോഡ് തരുന്ന സമയത്ത് നമ്മളൊരു എക്സെൻട്രിക് ആയിട്ട് ലോഡ് തന്നു. അപ്പൊ അത് സിമെട്രിക് ആണോ? സിമെട്രിക്. നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരേപോലെയാണ് തോന്നുന്നത്? അല്ല. ഇവിടെ ഒരു ലോഡ് ഇപ്പുറത്ത് ബ്ലാങ്ക് ആയിട്ട് വരും. അപ്പൊ ഇത് സിമെട്രിക് അല്ല. പക്ഷെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? സിമെട്രിക് ആയതുകൊണ്ടാണ് ഞാൻ MA = MB എന്നുള്ള കണ്ടീഷൻ കൊടുക്കുന്നത്. ഇനി A2 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഫിക്സഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ്. അപ്പൊ ഫിക്സഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഏത് ഷേപ്പാണ് കിട്ടിയിരിക്കുന്നത്? ഒരു റെക്ടാംഗുലർ ഷേപ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിനൊരു ഏരിയ ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ A1 = വാല്യൂ എടുക്കും. A1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ്. ഏരിയയുടെ ഇവിടുത്തെ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ട്രയാംഗിൾ ആയതുകൊണ്ട് ½ × B × H ആണ്. അപ്പൊ ½ B വരെ പറയുന്നത് ഇവിടെയുള്ള ബ്രെഡ്ത്ത്, ഇവിടെ എത്രയാണ് ബ്രെഡ്ത്ത്? ലെങ്ത് ആണ്, L ആണ്. L × H WL/4 which is equal to WL²/8 എന്ന് വരും. Then A2 is equal to താഴെയുള്ളതാണ് ഫിക്സഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ. ഇറ്റ്സ് ലൈക്ക് ഏത് ഷേപ്പ് ആണുള്ളത്? റെക്ടാംഗുലർ ഷേപ്പ് ആണ്. റെക്ടാംഗുലർ ഷേപ്പ് ആകുമ്പോൾ B × H എന്ന് അല്ലെങ്കിൽ B × T നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ബേസ് എന്താണ്? L ആണ്. H എന്ന് പറയുന്നത് MA ആവും. Or which is also equal to L × MB എന്ന് നമുക്ക് എഴുതാം. L × MA or L × MB. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ എന്താണ് ഞാൻ കൊടുത്തിട്ടുള്ളത്? A1 = A2 എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്.
അപ്പൊ നമുക്ക് A1 equal to A2 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ A1 equal to A2 എന്നുള്ള കണ്ടീഷൻ. A1 നമുക്ക് കിട്ടിയത് W L square by 8 which is equal to N into MA. Then solve ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? MA is equal to W L by 8 which is also equal to MB. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിക്കും. MA is equal to W L by 8 which is also equal to MB. ഏത് കേസ്? സിമെട്രിക് കണ്ടീഷൻ. അതായത് പോയിന്റ് ലോഡ് വരുന്ന സെൻട്രൽ പോയിന്റ് ലോഡോ അല്ലെങ്കിൽ UDL വരുന്ന സമയത്തും ഏകദേശം സിമെട്രിക് കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ സിലബസിലെ സിമെട്രിക് കണ്ടീഷൻ മാത്രമേ ചോദിക്കുകയുള്ളൂ. ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കാം. ഇനി നമ്മൾ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കണം, അതുപോലെ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കണം. അപ്പൊ ഞാൻ RA is equal to വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? W/2. RB is equal to W/2 നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രം വരച്ചൂടെ? ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന് നമ്മൾ റെഫർ ചെയ്യുന്ന ഫിഗർ ഏതാണ്? നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് ആയിട്ടുള്ള ഫിഗർ ആണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഷിയർ ഫോഴ്സ് ഡയഗ്രം നമ്മൾ ആദ്യം ബേസ് ലൈൻ വരയ്ക്കും അല്ലെ? ബേസ് ലൈൻ ഫസ്റ്റ് വരയ്ക്കും. ഫസ്റ്റത്തെ ഫോഴ്സ് എത്രയാണ്? W/2. അപ്വേർഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മുകളിലേക്ക് W/2 കൊടുക്കും. ഈ W/2 ഏത് വരെ W/2 തന്നെയാണ്? നമ്മൾ ഇവിടെ മുതൽ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ W/2 തന്നെയാണ്. നമ്മൾ നേരെ W/2 വന്നു. പിന്നെ നമ്മൾ W എത്തിക്കഴിഞ്ഞപ്പോൾ -W ആണ്, ഡൗൺവേർഡ് ആണ്. അപ്പൊ എന്ത് വരും? W/2 മൈനസ് W. വാല്യൂ എന്ത് വരും? -W/2. അപ്പൊ മൈനസ് വരുമ്പോൾ ബേസ് ലൈൻ താഴേക്ക് വരും. -W/2. ഈ -W/2 ഏത് വരെ -W/2 തന്നെയാണ്? നമ്മുടെ RB എത്തുന്നത് വരെ എന്താണ്? -W/2 ആണ്. അവിടെ എത്തുമ്പോൾ നമ്മൾ വീണ്ടും +W/2 മുകളിലേക്ക് പോകുന്നു. അപ്പൊ -W/2 +W/2 സീറോയിൽ വന്ന് പോയിന്റ് സൈഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രം. നമ്മൾ വാല്യൂസ് എഴുതാം. W/2 പ്ലസ് കിട്ടുകഴിഞ്ഞു. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. നമ്മുടെ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നമ്മൾ എപ്പോഴും വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ വരയ്ക്കേണ്ടത്? ബേസ് ലൈൻ. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ എപ്പോഴും പ്ലസ് ഉള്ളത് മുകളിലേക്കും നെഗറ്റീവ് ഉള്ളത് ഡൗൺവേർഡ് ആയിട്ട് നമ്മൾ ഇതുവരെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് ഫിഗറും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരുന്നത്. അതായത് ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം പ്ലസ് ഫിക്സഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം കൂടിയതാണ് നമ്മുടെ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. പക്ഷെ ഞാൻ ഇവിടെ വരയ്ക്കുമ്പോൾ രണ്ട് ബോട്ട്സ് എന്താണ്? ഒരേ സൈഡിലേക്കാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഫിക്സഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഞാൻ വരച്ചു. ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് WL/8. നെഗറ്റീവ് ആണ് ഇവിടെ. ദെൻ WL/4. അപ്പൊ നമ്മുടെ ഡയഗ്രം എന്ന് പറയുന്നത് അപ്പൊ ഈ വാല്യൂ നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഇങ്ങനെയാണ് നമ്മളുടെ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും വരയ്ക്കുമ്പോൾ നെഗറ്റീവ് ഡൗൺവേർഡ് ആയിട്ടാണ് വരയ്ക്കുക. അത് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങളത് വരച്ചു പഠിക്കും. പക്ഷെ നിങ്ങൾ ഇപ്പൊ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് വരച്ചു പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ ഈ ഭാഗം എന്തില്ല? നമ്മൾ ഒരു ബെൻഡിങ് മൊമെന്റ് കൺസിഡർ ചെയ്തില്ല. ഇതാണ് ഡയഗ്രം നമുക്ക് വരുന്നത്. ജസ്റ്റ് ഈ പോർഷൻസ് മാത്രം. അപ്പൊ നമ്മളിത് ജസ്റ്റ് കളയുമ്പോൾ ഇത് ബേസ് ലൈൻ ആയിട്ടും ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഫൈനലിൽ വരയ്ക്കുന്ന സമയത്ത് ചില സമയത്ത് ഫിഗർ നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഇങ്ങനെയാണ് നമ്മൾ ഫൈനൽ ഇത് കളയും. ഈ ഒരു പോർഷൻ നമ്മൾ എടുത്ത് കളയും. അപ്പൊ എന്താവും? ഇത് നെഗറ്റീവ്, ഇത് പ്ലസ്, ഇത് നെഗറ്റീവ്. ഇങ്ങനെയായിട്ടും നിങ്ങൾ ഫിഗർ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതുപോലെയാണ് ചില ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുക. ഇത് എത്തുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ ഫിക്സഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുക. പിന്നീട് അതിനുശേഷം നമ്മളുടെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മളത് നീറ്റായിട്ട് മാർക്ക് ചെയ്യുക. പ്ലസ്, മൈനസ്, മൈനസ്. ആൻഡ് വാല്യൂ WL/8, WL/4.
ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ മറക്കാതിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഫിക്സഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അല്ലെങ്കിൽ ഫിക്സഡ് ബീമിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇത് നമ്മുടെ സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് ഫിക്സഡ് ബീമിന്റെ യൂഡിഎൽ ആണ്. അതായത് ഞാൻ എല്ലാം ജനറൽ ആയിട്ട് പറയുന്നത് കാരണം ഇതിന്റെ ഫൈനൽ ആൻസർ വെച്ചിട്ടാണ് നിങ്ങൾ എല്ലാ പ്രോബ്ലവും കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ ഫസ്റ്റ് ഫിഗർ ചെയ്യാൻ വരച്ചു വെച്ചു. എന്താണുള്ളത്? ഒരു ഫിക്സഡ് ബീം വിത്ത് യൂഡിഎൽ. യൂഡിഎലിന്റെ വാല്യൂ എത്രയാണ് തന്നിട്ടുള്ളത്? W kN/m. സ്പാൻ തന്നിട്ടുള്ളത് L ആണ്. ഞാൻ ഫസ്റ്റ് നമ്മൾ വരയ്ക്കേണ്ടത് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രം വരച്ചു. ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുമ്പോൾ അതിന്റെ സപ്പോർട്ട് റിയാക്ഷൻസ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫ്രീ ബോഡി ഡയഗ്രം. അപ്പൊ സപ്പോർട്ട് റിയാക്ഷൻ RA, MA ആൻഡ് RB, MB എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരച്ചു വെച്ചു. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് ബീമിനെ റിലീസ് ചെയ്യണം. അപ്പൊ റിലീസ് ചെയ്തു. ഫസ്റ്റ് ഞാൻ റിലീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കാൻ പറഞ്ഞത്? ഒരു സെമി സപ്പോർട്ടർ ബീമായിട്ട് അതിന്റെ മുകളിൽ ലോഡ് വരുന്നതായിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. ദെൻ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. അപ്പൊ എല്ലാവർക്കും അറിയാം ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു യൂഡിഎലിന്റെ കേസിൽ സിംപ്ലി സപ്പോർട്ടർ ബീമിന്റെ യൂഡിഎൽ ആവുമ്പോൾ WL²/8. ഇതൊന്നും കാണാതെ പഠിക്കേണ്ടതാണ് കേട്ടോ. മാക്സിമം ബെൻഡിങ് മൊമെന്റ് WL²/8 ആണ്. പോയിന്റ് ലോഡ് ആവുമ്പോൾ WL/4, യൂഡിഎൽ ആവുമ്പോൾ WL²/8. ദെൻ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സപ്പോർട്ട് റിയാക്ഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ RA, RB എത്രയായിരിക്കും? നിങ്ങൾക്ക് അറിയാം ടോട്ടൽ ലോഡ് വരുന്നത് W×L ആണ്. അപ്പൊ എത്രയായിരിക്കും RA, RB വരിക? അതിന്റെ പകുതി. RA is equal to WL/2 and RB also is equal to WL/2. ഇത് നമ്മൾ എഴുതി കഴിഞ്ഞു. കഴിഞ്ഞ നമ്മുടെ പ്രോബ്ലം ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കമ്പൈൻ ചെയ്യാനുള്ളത് ഫിക്സിംഗ് എൻഡ് മൊമെന്റ്സ് ആണ്. അപ്പൊ ഇവിടെ ഫിക്സിംഗ് എൻഡ് മൊമെന്റ്സ് MA equal to MB ആയിരിക്കും. എന്തുകൊണ്ടാണ് MA equal to MB? ഡ്യൂ ടു സിമെട്രി. കാരണം MA equal to MB ആണ്. കാരണം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ തോന്നും. ദാറ്റ് മീൻസ് MA equal to MB. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള പാർട്ടാണ്. A1 is equal to A2. A1 എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. A2 എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ഫിക്സഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. A1 is equal to എത്രയാണ്? ഒരു പാരാബോളിക് ഫീച്ചർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഷേപ്പിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇക്വേഷൻ 2/3 into B into H ആണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ B എത്രയാണ്? 2/3 into B L ആണ്. H എത്രയാണ്? WL²/8. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? WL×L², L3 divided by 3 into 8, 24 divided by 2, 12. WL3/12 എന്ന വാല്യൂ. സിമിലർലി A2 എന്തായിരിക്കും? A2 എന്ന് പറയുമ്പോൾ റെക്ടാംഗിൾ ഷേപ്പാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഉള്ള വാല്യൂ MAയും ഇവിടെ ഉള്ള വാല്യൂ MBയും ആണ്. അപ്പൊ എത്രയായിരിക്കും കിട്ടുക? MA into L or MB into L. ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ A1 equal to A2 കണ്ടീഷൻ ആക്കിയിട്ട് MAയും MBയും ഡിറ്റർമിൻ ചെയ്യണം. അതിനുശേഷം ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. ഒന്ന് നോക്കാം. നമ്മുടെ കണ്ടീഷൻ എന്താണ്? A1 equal to A2 ആണ്. A1ന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് WL3/12 and A2 is equal to MA into L. From that equation, MA is equal to WL²/12 എന്ന് നമുക്ക് കിട്ടും. MA is equal to WL²/12 which is also equal to MB. ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ് വരയ്ക്കാം. അപ്പൊ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ RA വാല്യൂ നമുക്ക് ആദ്യം തന്നെ എഴുതി വയ്ക്കാം. WL/2. RB also is equal to WL/2. നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഫസ്റ്റ് നമ്മുടെ ബേസ് ലൈൻ വരച്ചു. ഫസ്റ്റ് വാല്യൂ എത്രയാണ്? സ്റ്റാർട്ടിംഗിൽ WL/2. അപ്പോഴാണ് ഞാൻ WL/2
WL/2 മാത്രമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ WL/2 ഇവിടെ എത്ര ലെങ്ത് മൊത്തത്തിൽ വരുന്നത്? L/2 വരുന്നുണ്ട് ലെങ്ത്. അപ്പൊ നമുക്ക് അതിന്റെ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വരുമ്പോ നമ്മുടെ കയ്യിലുള്ളത് W L/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സെക്ഷൻ ഈ പോയിന്റിലേക്ക് വരുമ്പോ എത്രയായിരിക്കും? ബാക്കി ഇവിടെ ഇത്രയും പോർഷനിൽ ലോഡ് എത്ര വരുന്നു? W×L/2 ആക്ട് ചെയ്യുന്നത്. അപ്പൊ മൈനസ് WL/2 വാല്യൂ ഇപ്പോൾ എത്രയാവും? 0. സെന്ററിൽ എത്രയായിരിക്കും? വാല്യൂ 0. അടുത്ത് ബാക്കി വരുന്ന പോർഷൻ എത്ര? വീണ്ടും ഒരു WL/2 വരും. അത് മൈനസ് ആയതുകൊണ്ട് വാല്യൂ എത്ര വരുന്നത്? മൈനസ് WL/2. ഇങ്ങനെയാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. കഴിഞ്ഞ മൊഡ്യൂളിലെ വീഡിയോസ് ഒന്നും കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ വരച്ചിട്ടുണ്ട്. 2-3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പൊ അതൊന്ന് നോക്കാം. ജസ്റ്റ് ഒരു മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വാല്യൂ പ്ലസ് മൈനസ് എപ്പോഴും യൂണിയന്റെ ഡയഗ്രാം ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇത് നമ്മുടെ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നമുക്ക് വരയ്ക്കണം അല്ലെ. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂസ് MA ആയിക്കോട്ടെ എത്രയായിരുന്നു? WL²/12 ആണ് നമുക്ക് കിട്ടിയത്. ഈ രണ്ട് ഫിഗറും കമ്പൈൻ ചെയ്തതാണ് നമ്മുടെ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഈ വാല്യൂ എത്രയാണ്? പോസിറ്റീവ് ആണ് വരുന്നത്. ഈ വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ രണ്ടിനും കമ്പൈൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ബേസ് ലൈൻ, പിന്നീട് നമ്മുടെ ഫിക്സഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നമ്മൾ വരച്ചു. വാല്യൂ WL²/12. ഇനി നമുക്ക് പരാബോള വരയ്ക്കാം. ഈ വാല്യൂ എത്രയാണ് വരുന്നത്? WL²/8. നമ്മൾ ഹാച്ച് കൊടുക്കുമ്പോൾ ഇത് നെഗറ്റീവ്, ഇത് പ്ലസ്, ഇത് നെഗറ്റീവ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഫിഗർ ചില കേസുകളിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഒരു ഫിഗർ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇത്രയാണ് നിങ്ങൾ എന്ത് പഠിക്കേണ്ടത്? ഫിക്സഡ് ബീം എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഫിക്സഡ് ബീം വിത്ത് പോയിന്റ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ MA, MB, RA, RB വാല്യൂസ് എത്രയായിരിക്കും? RA is equal to W/2, RB is equal to W/2, MB is equal to WL/8, and also MA is equal to WL/8. Then UDL case ആണെന്നുണ്ടെങ്കിൽ MA is equal to WL²/12, maximum bending moment WL²/8 and WL²/12. Final bending moment diagram. 6 മാർക്സിനും 7 മാർക്സിനും ആയിട്ടാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. ടോട്ടൽ ഒരു 13 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പാർട്ട് ബിയിൽ 6 മാർക്കും എസ്എ പാർട്ടിൽ ഒരു 7 മാർക്ക്, അങ്ങനെ 13 മാർക്കാണ് നിങ്ങൾക്ക് ചോദിക്കാറ്. എന്തായാലും മിനിമം 7 മാർക്ക് കിട്ടാതിരിക്കില്ല. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ 2 പ്രോബ്ലമേ നിങ്ങൾക്ക് ചോദിക്കും.